അടുത്ത നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷന് എക്സാമ്പിൾസ് പറയാൻ പോകണം. അപ്പം നമുക്ക് ആലോചിക്കുക, ഒരു മോഷൻ സിമ്പിൾ ഹാർമോണിക് ആകണമെങ്കിൽ ആക്സിലേഷൻ പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ്, എ പ്രൊപ്പോർഷണൽ ടു എ. എന്ത് ആക്സിലേഷൻ ആയിക്കോട്ടെ പ്രൊപ്പോർഷണൽ ടു -x. ഒന്നെങ്കിൽ ആംഗുലർ ആക്സിലേഷൻ ആണെങ്കിൽ ആംഗുലർ ആക്സിലേഷൻ ആണെങ്കിൽ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റിന്, ആക്സിലേഷൻ ആണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റിന് പ്രൊപ്പോർഷണൽ വന്നു കഴിഞ്ഞാൽ ആ മോഷൻ സിമ്പിൾ ഹാർമോണിക് ആണ്. അപ്പോൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഒരു എക്സാമ്പിളാണ് സിമ്പിൾ പെൻഡുലം. എന്താ സിമ്പിൾ പെൻഡുലം? സിമ്പിൾ പെൻഡുലം എന്ന അപ്പാരറ്റസ് നിങ്ങൾ കണ്ടിട്ടുള്ളത് തന്നെയാണ്. ഊഞ്ഞാലാട്ടം ആലോചിച്ചാൽ സിമ്പിൾ പെൻഡുലം. ഒരു ചരടിൽ നമ്മളൊരു ചെറിയ കല്ല് കെട്ടി തൂക്കിയിട്ടേക്കാം. ഒരു ചരടിനകത്ത് നിങ്ങളുള്ള ചരടിനകത്ത് ഒരു ചെറിയ ഒരു ഗോലി അല്ലെങ്കിൽ സർക്കുലർ ഒരു ബോൾ കെട്ടി തൂക്കിട്ടെ, ഗോലി കെട്ടി തൂക്കിട്ടെ. ഒരെൻഡ്, ആ പെൻഡുലത്തിന്റെ ഒരെൻഡ് നമ്മൾ ഫിക്സ് ചെയ്തേക്കാണ്. ഇവിടെ ഏതെങ്കിലും സപ്പോർട്ടിൽ ഫിക്സ് ചെയ്തേക്കുക. ഈ മാസിനെ വിളിക്കുന്ന പേരാണ്, ഈ കെട്ടിത്തൂക്കിട്ടേക്കുന്ന ആ ബ്ലോക്കിനെ വിളിക്കുന്ന പേരാണ് ബോബ് എന്നാണ് വിളിക്കുന്നത്. BOB, ബോബ്. ആ ബോബിന്റെ മാസ് ഞാൻ M സങ്കല്പിക്കാം. ഏത് പോയിന്റിലാണോ സസ്പെൻഡ് ചെയ്തേക്കുന്നത് ആ സസ്പെൻഡ് ചെയ്തേക്കുന്ന പോയിന്റ് മുതൽ ഈ ബോബിന്റെ സെന്റർ ഓഫ് മാസ് വരെയുള്ള അകലമാണ് ലെങ്ത് ഓഫ് ദി പെൻഡുലം. ലെങ്ത് ഓഫ് ദി പെൻഡുലം പോയിന്റ് ഓഫ് സസ്പെൻഷൻ മുതൽ ആ ബ്ലോക്കിന്റെ സെന്റർ ഓഫ് മാസ് വരെയുള്ള അകലമാണ് എന്ത്? ലെങ്ത് ഓഫ് പെൻഡുലം. ഞാൻ ഈ പെൻഡുലത്തെ ഈ ബ്ലോക്ക് ഇപ്പൊ റെസ്റ്റ് നിൽക്കുകയാണ് സങ്കല്പിക്കുക. ഇപ്പൊ കെട്ടിത്തൂക്കിട്ടേക്കണ റെസ്റ്റ് നിൽക്കുകയാണ്. റെസ്റ്റ് നിൽക്കുമ്പോൾ ഇത് രണ്ട് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാ? ഒന്ന്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് mg താഴേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്, ഒപ്പം ടെൻഷൻ മുകളിലോട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് mg താഴേക്കുണ്ട്, ടെൻഷൻ മുകളിലോട്ടുണ്ട്. ഉണ്ടല്ലോ, ഉണ്ട്. ഇനി ഈ ബ്ലോക്കിനെ ഞാൻ ഇവിടുന്ന് വലതോട്ട് പിടിച്ചോണ്ട് പോകണം, ഇങ്ങോട്ട് കൊണ്ടുപോയി അവിടെ കൊണ്ടെത്തിച്ചു. ഇവിടെ കൊണ്ടെത്തിക്കുമ്പോൾ ബ്ലോക്ക് എങ്ങനെ നിൽക്കുകയാണ്? ലെങ്ത് അത് തന്നെയാണ്. ഈ ആംഗിൾ ഞാൻ തീറ്റ നിലക്കാണ്. ഈ ആംഗിൾ തീറ്റ. ഇതിനെ ചെറിയ ആംഗിളിലാണ് നമ്മൾ ഡിസ്പ്ലേസ് ചെയ്യിപ്പിക്കുന്നത്, സ്മാൾ ആംഗിളിലാണ് ഡിസ്പ്ലേസ് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ ആംഗിൾ തീറ്റ. ഈ ഇൻസ്റ്റന്റില്, ഇപ്പൊ നിൽക്കുന്ന ഇൻസ്റ്റന്റില് ഇവന്റെ വെയിറ്റ് ആക്ട് ചെയ്യുന്നത്, mg ആക്ട് ചെയ്യുന്നത് എപ്പോഴും വെർട്ടിക്കലി ഡൗൺവേർഡ് തന്നെയാണ്. mg അങ്ങനെയാണെങ്കിൽ ഇതിനെങ്ങനെ ലൈൻ നമ്മൾ എക്സ്റ്റെൻഡ് വരയ്ക്കുകയാണെങ്കിൽ ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ ആംഗിളും തീറ്റ ഇരിക്കുമല്ലോ, ആയിരിക്കത്തില്ലേ? ഈ ആംഗിൾ രണ്ട് പാരലൈൻസിനെ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആംഗിൾ തുല്യമെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ദിസ് ആംഗിൾ തീറ്റ, ദിസ് ആംഗിൾ ആൾസോ തീറ്റ. അപ്പൊ mg എന്ന ഫോഴ്സ് ഈ ഡയറക്ഷനുമായിട്ട് മേക്കുന്ന ആംഗിൾ തീറ്റയാണെങ്കിൽ ആ mg എന്ന ഫോഴ്സിനെ സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് കമ്പോണന്റ് ആക്കാം. ആ രണ്ട് കമ്പോണന്റ്, ഈ കമ്പോണന്റ് mg കോസ് തീറ്റയും ഈ കമ്പോണന്റ് mg സൈൻ തീറ്റയുമാണ്. വെക്ടേഴ്സിൽ പഠിച്ചിട്ടുണ്ട് റെസൊല്യൂഷൻ. ഒരു വെക്ടറിനെ സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് കമ്പോണന്റ് ആക്കി മാറ്റാം. ഒന്ന് കോസ് കമ്പോണന്റും മറ്റേ സൈൻ കമ്പോണന്റും. ഏത് ഡയറക്ഷനുമായിട്ടാണോ ആംഗിൾ മേക്ക് ചെയ്യുന്നത് അത് കോസ് കമ്പോണന്റ് ആയിട്ടും മറ്റേത് സൈൻ കമ്പോണന്റ് ആയിട്ടും. ക്ലിയർ ആയല്ലോ? അപ്പോൾ mg സൈൻ തീറ്റ, mg സൈൻ തീറ്റ ആൻഡ് mg കോസ് തീറ്റ, രണ്ട് കമ്പോണന്റ്. mg കോസ് തീറ്റ എന്ന കമ്പോണന്റ് ഈ ഡയറക്ഷനിലാണ്, അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ടെൻഷൻ വരുന്നത്. അപ്പൊ mg കോസ് തീറ്റ കമ്പോണന്റിനെ ആര് ബാലൻസ് ചെയ്യും? mg കോസ് തീറ്റ കമ്പോണന്റിനെ ടെൻഷൻ ബാലൻസ് ചെയ്യും. അപ്പൊ mg കോസ് തീറ്റ ഈക്വൽ ടു ടെൻഷൻ എന്നായി. ഇനിയുള്ള ആരാ? mg സൈൻ തീറ്റയാണ്. mg സൈൻ തീറ്റ എന്ന കമ്പോണന്റ് ആണ് പിന്നെ ഉള്ളത്. ആ കമ്പോണന്റിനെ ബാലൻസ് ചെയ്യാൻ ഒന്നുമില്ല. ആ കമ്പോണന്റ് ബാലൻസ് ചെയ്യാൻ വേറൊന്നുമില്ല. അങ്ങനെ ബാലൻസ് ചെയ്യാൻ വേറൊന്നും ഇല്ലെങ്കിലോ ആ ഫോഴ്സ് അല്ലേ അവനെ തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്.
ഈ ഫോഴ്സാണ് ഇതിനെ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവിടുന്നത്. ആ ഫോഴ്സ് വിളിക്കുന്ന പേരാണ് റീസ്റ്റോറിംഗ് ഫോഴ്സ്. അപ്പൊ ഈ ബ്ലോക്കിൽ ആക്ട് ചെയ്യുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സ് ഏതാ? റീസ്റ്റോറിംഗ് ഫോഴ്സ് mg sin തീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ ആക്ട് ചെയ്യുന്ന റീസ്റ്റോറിംഗ് ടോർക്ക് എത്ര? ടോർക്ക് എന്ന് പറഞ്ഞാൽ ടേണിംഗ് എഫക്റ്റ് ഫോഴ്സ് ആണ്. നമ്മൾ മെക്കാനിക്കൽ റൊട്ടേഷണൽ മോഷൻ വരുന്നതാണ്. അത് നമ്മൾ ചാപ്റ്റർ ഡിസ്കസ് ചെയ്തിട്ടില്ല, എങ്കിലും ഒന്ന് ഓർത്തിരിക്കുക. ടോർക്ക് മീൻസ് റൊട്ടേഷൻ ഫോഴ്സ് ആണ് ടോർക്ക് എന്ന് പറയുന്നത്. ആ ടോർക്ക് കണ്ടുപിടിക്കുന്നത് ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ഫോഴ്സിനെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ടോർക്കായി. അപ്പൊ ഇവിടെ ആക്ട് ചെയ്യുന്ന റീസ്റ്റോറിംഗ് ടോർക്ക് എത്ര? റീസ്റ്റോറിംഗ് ടോർക്ക് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അത് ലെങ്ത് L അല്ലേ. അപ്പൊ റീസ്റ്റോറിംഗ് ടോർക്ക് എങ്ങനെ എഴുതാം? റീസ്റ്റോറിംഗ് ടോർക്ക് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഈക്വൽ ടു mg sin തീറ്റ ഇൻറ്റു L എന്ന് എഴുതാം. പക്ഷെ ഈ റീസ്റ്റോറിംഗ് ടോർക്ക് എന്ത് ചെയ്യുക? റീസ്റ്റോറിംഗ് ടോർക്ക് ആംഗിളിനെ കൂട്ടുകയാണോ കുറയ്ക്കുകയാണോ? ഇത് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് റീസ്റ്റോറിംഗ് ടോർക്ക് തിരിച്ചു പിടിക്കുന്നത്. അപ്പൊ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് കുറയ്ക്കുകയല്ലേ. അതുകൊണ്ട് ടോർക്ക് ടോ എന്ന് പറയുന്നത് -mg sin തീറ്റ ഇൻറ്റു L എന്ന് പറയാം. ആ മൈനസ് ഒന്നേക്കുന്നത് എന്തുവാ? റീസ്റ്റോറിംഗ് ടോർക്ക് റെഡ്യൂസസ് ദി ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. റീസ്റ്റോറിംഗ് ടോർക്ക് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റിനെ റെഡ്യൂസ് ചെയ്യുന്നു. ക്ലിയർ ആയോ? അപ്പൊ ടോ ഇസ് ഈക്വൽ -mg sin തീറ്റ ഇൻറ്റു L. ക്ലിയർ ആയല്ലോ? പക്ഷെ ടോർക്ക് എന്ന് പറയുന്നത് റൊട്ടേറ്ററി മോഷന്റെ കണ്ടീഷൻ അനുസരിച്ച് ടോർക്ക് ടോ എന്ന് പറയുന്നത് I ആൽഫയാണ്. ബട്ട് ടോർക്ക് ടോ ഇസ് ഈക്വൽ ടു I ഇൻറ്റു ആൽഫയാണ്. I എന്ന് പറയുന്നത് മൊമെന്റ് ഓഫ് ഇനേർഷ്യയും ആൽഫ എന്ന് പറയുന്നത് ആംഗുലർ ആക്സിലേഷനുമാണ്. I മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആൻഡ് ആൽഫ ആംഗുലർ ആക്സിലേഷൻ. അപ്പൊ എന്ത് ചെയ്താം? therefore I ആൽഫ is equal to -mgl into sin theta. mgl into sin theta. അപ്പൊ റീസ്റ്റോറിംഗ് ടോർക്കിന് വേറെ നിങ്ങൾ I ആൽഫ റൊട്ടേറ്ററി മോഷന്റെ പ്രിൻസിപ്പിൾ അനുസരിച്ച് അല്ലെങ്കിൽ ലോ അനുസരിച്ച് ടോർക്ക് ടോ ഇസ് ഈക്വൽ ടു I ആൽഫയാണ്. I എന്ന് പറയുന്നത് മൊമെന്റ് ഓഫ് ഇനേർഷ്യയും ആൽഫ എന്ന് പറയുന്നത് ആംഗുലാർ ആക്സിലേഷനുമാണ്. I ആൽഫയാണ്. ഓക്കെ. ഇനി തീറ്റ എന്ന് പറയുന്ന ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ഇവിടെ വലുതാക്കിയ വരച്ചെങ്കിൽ ചെറിയ ആംഗിളിലാണ് അവൻ ഓസിലേറ്റ് ചെയ്യുന്നത്. അപ്പൊ തീറ്റ വളരെ ചെറുതാണ്. തീറ്റ വളരെ ചെറുതാണെങ്കിൽ സൈൻ തീറ്റയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇഫ് തീറ്റ ഈസ് വെരി വെരി സ്മാൾ ദെൻ സൈൻ തീറ്റ ഈസ് ന്യൂമറിക്കലി ഈക്വൽ ടു തീറ്റയാണ്. സൈൻ തീറ്റയുടെ എക്സ്പാൻഷൻ വെച്ച് കിട്ടുന്ന മാത്തമാറ്റിക്കൽ എക്സ്പാൻഷൻ വെച്ച് കിട്ടുന്ന ഒരു ഫോമാണ്. തീറ്റ ചെറുതാണെങ്കിൽ സൈൻ തീറ്റ ന്യൂമറിക്കലി തീറ്റ തന്നെയാണ്. സൈൻ കോസ് തീറ്റ അങ്ങനെ വരത്തില്ല. സൈൻ തീറ്റയ്ക്ക് മാത്രമുള്ള പ്രത്യേകതയാണ് ഇഫ് തീറ്റ ഈസ് സ്മാൾ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു തീറ്റ. അപ്പൊ ഇഫ് തീറ്റ ഈസ് സ്മാൾ then sin theta numerically equal to theta. sin theta തീറ്റയ്ക്ക് തുല്യം. അപ്പൊ എന്ത് ചെയ്താം? I ആൽഫ ഈക്വൽ ടു -mgl into theta. I alpha is equal to -mgl into theta. അതിന് ആൽഫ എങ്ങനെ എഴുതാം? ആൽഫ is equal to -mgl by I into theta. mgl by I into theta. അവിടെ I എന്തുവാ? മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ്. ഒരു ബോഡിയുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഡിഫൈൻ ചെയ്ത് എങ്ങനെയെന്ന് അറിയാമോ? മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഓഫ് മാസ് ഓഫ് ദ ബോഡി ആൻഡ് സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ ആക്സിസ് ആണ്. അപ്പൊ ഇവന്റെ മാസ് എമ്മും ഡിസ്റ്റൻസ് എല്ലും ആണെങ്കിൽ, അതായത് റൊട്ടേറ്റ് ചെയ്യുന്ന പോയിന്റിൽ നിന്നുള്ള ലെങ്ത് എൽ ആണെങ്കിൽ മാസ് ഇൻറ്റു ഡിസ്റ്റൻസ് സ്ക്വയർ ml² ആണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ. അപ്പോ മൊമെന്റ് ഓഫ് ഇനേർഷ്യ I is equal to ml² എന്ന് എഴുതിയാൽ ആൽഫ ഈക്വൽ ടു ആൽഫ is equal to -mgl divided by ml² into theta എന്ന് വരത്തില്ലേ? മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ റൂൾ അനുസരിച്ച് ഏതൊരു പാർട്ടിക്കിളിന്റെയും റൊട്ടേഷണൽ ഇനേർഷ്യ എന്ന് പറയുന്നത് മാസ് ഇൻറ്റു സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ആണ്. മാസ് എം
ഡിസ്റ്റൻസ് എൽ. അപ്പൊ മാസിന് ഡിസ്റ്റൻസ് സ്ക്വയർ ml², അതാണ് I എന്ന് പറയുന്നത്. ഒരു എമ്മും കട്ട് ചെയ്ത് പോയി, ഒരു എല്ലും കട്ട് ചെയ്ത് പോയി. ബാക്കി എത്ര? ആൽഫ ഈക്വൽ ടു എന്ത് കിട്ടി? ആൽഫ ഈസ് ഈക്വൽ ടു -g/l ഇൻറ്റു തീറ്റ എന്ന് കിട്ടി. -g/l ഇൻറ്റു തീറ്റ എന്ന് കിട്ടി. കിട്ടിയോ? കിട്ടിയില്ലേ? -g/l തീറ്റ. ജിയും എല്ലും കോൺസ്റ്റന്റ് അല്ലേ? ജിയും എല്ലും കോൺസ്റ്റന്റ് ആണെങ്കിൽ എനിക്ക് ആൽഫ പ്രൊപ്പോർഷണൽ ടു മൈനസ് തീറ്റ എന്ന് എഴുതാമോ? ജി ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കോൺസ്റ്റന്റ് ആണ്, ലെങ്ത് എല്ലും കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്താം? ആൽഫ ഇസ് ഈക്വൽ ടു പ്രൊപ്പോർഷണൽ ടു മൈനസ് തീറ്റ എന്ന് എഴുതാം. എന്ന് വെച്ചാൽ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആംഗുലാർ ആക്സിലേഷൻ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് പ്രൊപ്പോർഷണൽ ആണ്. ആംഗുലാർ ആക്സിലേഷൻ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ ദ മോഷൻ ഈസ് സിമ്പിൾ ഹാർമോണിക് ആയില്ലേ? സിമ്പിൾ ഹാർമോണിക് ആയില്ലേ? അപ്പൊ ഇതിന്റെ ജനറൽ ഇക്വേഷൻ എന്തുവാ? A is equal to -ω²x എന്ന് പഠിച്ചിട്ടുണ്ട്. A is equal to -ω²x. അപ്പൊ ഈ A is equal to -ω²x A ആക്സിലേഷൻ x ഡിസ്പ്ലേസ്മെന്റ് കമ്പയർ ചെയ്യുമ്പോൾ ആൽഫ ആക്സിലേഷൻ തീറ്റ ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ ω²ന് പകരം വന്നേക്കുന്ന ആരാ? ω²ന് പകരം വന്നേക്കുന്ന ആരാ? ഇവിടെ g/l അല്ലേ? ω² is equal to g/l എന്ന് കിട്ടിയോ? സ്റ്റാൻഡേർഡ് SHMന്റെ സിമ്പിൾ ഹാർമോണിക് മോഷന്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ A is equal to -ω²x ആണ്. നമ്മൾ നേരത്തെ പഠിച്ചു F is equal to എന്താണ്? m is equal to -kx, k/m into x, k/m into ω² എടുത്തു. അപ്പൊ A is equal to -ω²x എന്ന് കിട്ടി. അപ്പൊ ω²ല് കമ്പയർ ചെയ്യുമ്പോൾ ω²ന്റെ സ്ഥാനത്ത് ആര് വന്നു? g/l വന്നില്ലേ? അപ്പൊ ω² g/l. അപ്പൊ ω എത്ര? ω is equal to √g/l എന്ന് കിട്ടി. നമുക്കറിയാം ω എന്ന് പറയുന്നത് 2π/t ആണ്. 2π/t is equal to √g/l എന്ന് കിട്ടി. ω മീൻസ് ആംഗുലാർ ഫ്രീക്വൻസി. ആംഗുലാർ ഫ്രീക്വൻസി is equal to 2π/t ആണ്. അപ്പൊ 2π/t is equal to √g/l എങ്കിൽ t is equal എന്ത് ചെയ്താം? t is equal to t. ഈ l ഇവിടെ വന്നു, g താഴെ പോയി. അപ്പൊ 2π√L/g. ഇതാണ് സിമ്പിൾ പെൻഡലത്തിന്റെ പീരിയഡ് ഇക്വേഷൻ. പീരിയഡ് ഓഫ് സിമ്പിൾ പെൻഡലം t is equal to 2π√L/g എന്ന് കിട്ടും. ക്ലിയർ ആയോ? 2π√L/g.